ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമില്ലാതെ ആർക്കും ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നമ്മളെല്ലാവരും ജനിച്ച അന്ന് മുതൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ബൈബിളിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതലായി അച്ചടിച്ച പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇതൊക്കെ ഭൗതികമായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ തന്നെയും ഏറ്റവും കൂടുതലായി മനുഷ്യനെ മാറ്റുവാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. ആരെല്ലാം ഈ വചനം വായിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഹല്ലേലൂയ നല്ല ഒരു രീതിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അനേക ആളുകൾ മദ്യപാനം ഉപേക്ഷിക്കുവാനും വളരെ മോശമായ രീതിയിൽ നടന്ന അനേക ആളുകളെ നല്ല ഒരു ജീവിത രീതിയിലേക്ക് കൊണ്ടുവരുവാൻ, കൊള്ളയും കൊലയുമായിട്ട് നടന്ന ഒത്തിരി ആളുകളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ, ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന യേശു കർത്താവിൻ്റെ ആ ദൈവിക സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതലായി പ്രയോജനപ്പെട്ടത് ഈ വിശുദ്ധ വേദപുസ്തകമാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അനേക മനുഷ്യരെ കൊന്നു തിന്നുന്ന ആളുകൾ ഉണ്ടായിരുന്ന ദേശങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ മനുഷ്യരെ കൊല്ലുന്ന ആളുകൾ മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകളായി മാറുവാൻ കഴിഞ്ഞത് അവിടെയെല്ലാം യേശുവിൻ്റെ സ്നേഹം എത്തുവാൻ കഴിഞ്ഞത് കൊണ്ടാണ്. എവിടെയെല്ലാം യേശുവിൻ്റെ സ്നേഹം എത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെയുണ്ടെങ്കിലും അവർക്ക് സമ്പാദിക്കാൻ കഴിയാത്തത് സമാധാനമാണ്. അനേക ആളുകൾ ചിന്തിക്കുന്നു കാശില്ലാത്തത് കാരണമാണ് സമാധാനമില്ലാത്തത്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് കാരണമാണ്. അനേക കാരണങ്ങൾ അവർ കണ്ടെത്തുകയാണ്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും അനേകരുടെ ജീവിതത്തിൽ ഇന്ന് സമാധാനമില്ലാതെ ഇരിക്കുന്നു. നമുക്കറിയാം ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും കാരണം സാമ്പത്തികം മാത്രമല്ല ഉള്ളത്. അല്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുക എന്ന് പറയും. ഓരോ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങുവാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് ഏത് ഭവനത്തിലുണ്ടോ, ഏത് മനുഷ്യന്റെ ജീവിതത്തിനകത്തുണ്ടോ അവിടെയെല്ലാം ദൈവിക സമാധാനമുണ്ട്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലോകത്തിലുള്ള സമാധാനമല്ല, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകത്തിലുള്ള സമാധാനം, നമ്മൾ പല കാര്യങ്ങൾക്കകത്തും സമാധാനവും സന്തോഷവും കാണാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം നിലനിൽക്കുന്നതല്ല. ചിലർ ചിന്തിക്കും മദ്യം കഴിക്കുമ്പോൾ സമാധാനം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് മദ്യം കഴിക്കുന്നവരുണ്ട്. മദ്യം കഴിക്കുന്ന ആ ഒരു താൽക്കാലികമായിട്ടുള്ള ചില മിനിറ്റുകൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ മാത്രം സമാധാനം നിൽക്കുന്നു. അന്ന് അവർ രാത്രി അവിടെ കിടന്നുറങ്ങുന്നു. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അവരുടെ ജീവിതത്തിലെ മാനസിക അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല, അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല, കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന് മാറ്റം വരുന്നില്ല, ഒരിടത്തും മാറ്റം വരുന്നില്ല. പക്ഷേ യേശു കർത്താവ് തരുന്ന സമാധാനം ഏത് പ്രതികൂലത്തിനകത്തും ഏത് പ്രതിസന്ധിക്കകത്തും സമാധാനം തരുന്നതാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവിന്റെ അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിന്റെ അകത്ത് പിടിച്ചിട്ടിരിക്കുമ്പോൾ, കാരാഗ്രഹം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ ഉള്ളതാണ് കാരാഗ്രഹം. പക്ഷേ അതിനകത്തും കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ അവർ സമാധാനത്തോടെ അവിടെ ഉറങ്ങി എന്ന് വചനത്തിന് അത് എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം, യേശു എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. കർത്താവ് നമ്മുടെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാണ്. ദൈവത്തിന്റെ വചനത്തിനകത്ത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ദൈവത്തിന്റെ വചനം കാണുന്നത്. ഒന്ന് പഴയ നിയമവും മറ്റൊന്ന് പുതിയ നിയമവും ആണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് തുടങ്ങുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോ പുതിയ നമ്മൾ കാണുന്ന ഈ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്
പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിനകത്ത് മറഞ്ഞിരിക്കുന്നതാണ് പുതിയ നിയമം. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ഒന്നാണ് പഴയ നിയമം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ അത് എന്നാന്ന് മനസ്സിലാവും. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ഓരോ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായങ്ങളുണ്ട്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായങ്ങളുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായങ്ങളുണ്ട്, മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും ചെറിയ സുവിശേഷം എന്ന് പറയുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് 16 അധ്യായങ്ങൾ മാത്രമാണ് ഉള്ളത്. മർക്കോസ് എഴുതിയ സുവിശേഷം എഴുതപ്പെട്ടതായി പറയുന്നത് AD 55-നും 65-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതപ്പെട്ടത്. അത് റോമിൽ വെച്ചാണ് എഴുതിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെയുള്ളത് മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷം എഴുതപ്പെട്ടത് AD 58-നും 68-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ്. പാലസ്തീനിലും സിറിയയിലെ അന്ത്യോക്യയിലും വെച്ചാണ് എഴുതപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. അടുത്തത് യോഹന്നാൻ എഴുതിയ സുവിശേഷം AD 90-നും 100-നും ഇടയ്ക്കുള്ള സമയത്താണ് എഴുതപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഴുതിയതിൻ്റെ ആ ഒരു ടൈം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും അവസാനം എഴുതിയത് യോഹന്നാൻ എഴുതിയ സുവിശേഷവും അതിനു മുൻപ് എഴുതിയത് മത്തായിയുടെയും ലൂക്കോസിന്റെ സുവിശേഷവും ഏറ്റവും ആദ്യം എഴുതിയത് മർക്കോസിന്റെ സുവിശേഷവുമാണ്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം എഴുതിയിരിക്കുന്ന ഏതാണ്? മത്തായിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ തുടങ്ങുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് യഹൂദന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ് ആദ്യം ദൈവത്തിന്റെ വചനമെല്ലാം എഴുതപ്പെട്ടത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തൊരു വംശാവലി കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ വംശാവലി എങ്ങനെയാണെന്ന് ദാവീദ് വരെയും, ദാവീദ് മുതൽ യേശു കർത്താവ് വരെയുമുള്ള വംശാവലിയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന യഹൂദന്മാരെ മെയിനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. അപ്പൊ അതുകൊണ്ട് ആ സുവിശേഷം അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ പഴയ നിയമത്തിൽ നിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മത്തായി എഴുതിയ സുവിശേഷം അങ്ങനെ എഴുതുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അതുപോലെ പുതിയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതെല്ലാം എഴുതിയിരിക്കുന്ന ആളുകൾ ആരാണെന്ന് വ്യക്തമായി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടല്ല അവർ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതായത് ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോഴും ഇത് ഇന്ന പുസ്തകം ഞാനാണ് എഴുതുന്നത്, എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരു പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അതിന് ആ ഓരോ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില ഹിന്റുകൾ വെച്ചുകൊണ്ട്, ചില കാര്യങ്ങൾ സൂചകങ്ങളായി വെച്ചുകൊണ്ടാണ് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭാപിതാക്കന്മാർ ആ പുസ്തകത്തെ ഇന്നയാളാണ് എഴുതിയതെന്ന് അവർ മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നു. നമുക്കൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ യോഹന്നാനകത്ത് യോഹന്നാൻ 21-24 വരുമ്പോഴത്തേന് അവിടെ പറയുന്നുണ്ട് യേശു കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എഴുതിയാണ് അതിനകത്ത് യോഹന്നാൻ ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കുകയാണ് അത് യോഹന്നാൻ എഴുതിയ പുസ്തകമാണ്. അങ്ങനെയുള്ള അനേക ഹിന്റുകൾ വെച്ചുകൊണ്ടാണ് ഈ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ പുസ്തകങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന സഭാപിതാക്കന്മാർ മനസ്സിലാക്കിയത് ഇത് ഇന്ന ആൾ എഴുതിയ പുസ്തകമാണ് എന്ന് അവർ മനസ്സിലാക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിനകത്ത് മനസ്സിലാക്കുന്നത് യേശു കർത്താവ് മത്തായിയെ വിളിച്ച ആ വിളിയുടെ വിളിയുടെ ആ ശൈലി ഓരോ പുസ്തകത്തിനകത്തും വ്യത്യസ്തമായാണ് എഴുതിയിരിക്കുന്നത്. അത് ഒരു കാരണമാണ് ഇതാരാണ് എഴുതിയതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 1-2 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിനകത്തേക്ക് വരുമ്പോൾ
മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ അവൻ കടന്നു പോകുമ്പോൾ അൽഫായുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് അൽഫായുടെ മകനായ ലേവി, ലേവി എന്ന് പറഞ്ഞാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേറൊരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്തേക്ക് വരുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, അതിന്റെ ശേഷം അവൻ പുറപ്പെട്ട് ലേവി എന്ന് പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ലേവി എന്ന് പറയുന്നത് മത്തായിയുടെ മറ്റൊരു പേരാണ്. അപ്പോൾ ഒരുപക്ഷെ ലേവി കുലത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ലേവി എന്നാണ് ഈ സുവിശേഷങ്ങൾക്കകത്തെല്ലാം എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ മത്തായി എഴുതിയിരിക്കുന്നത്, അവിടെ ഇരിക്കുന്നു, യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പോ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് മാത്രം വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. സ്വന്തം പേരിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിനകത്ത് എഴുതുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ മറ്റൊരു കാര്യം, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് മറ്റുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു പാലസ്തീനിയൻ യഹൂദനായ ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ആ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പാലസ്തീനിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് വായിക്കുമ്പോൾ മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഈ യഹൂദന്മാരെ കസ്റ്റംസും അവരുടെ ആശയങ്ങളെ അല്ലെങ്കിൽ ആളുകളുടെ വർഗങ്ങളെ കുറിച്ച്, പിന്നെ യഹൂദന്മാരുടെ സ്ക്രിപ്ചറുകൾ കൂടുതലായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി സവിശേഷതകൾ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്ന മറ്റനേക കാര്യങ്ങളുണ്ട്. മത്തായി ഒരു ടാക്സ് കളക്ടർ ആയിരുന്നു. അപ്പോൾ ടാക്സ് കളക്ടർ ആയിരുന്നു എന്ന് തെളിയിക്കാവുന്ന രീതിയിൽ ഒരു ടാക്സ് കളക്ടറുടെ ഒരു ശൈലിയിലാണ് അദ്ദേഹം ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രൊഫഷൻ എന്താണോ അത് എപ്പോഴും നമ്മുടെ സംസാരത്തിലും അല്ലെങ്കിൽ നമ്മുടെ എഴുതുന്ന എഴുത്തുകൾക്കകത്തും ഒക്കെ അത് പ്രതിഫലിക്കുവാൻ ഇടയായിട്ട് തീരും. നമ്മളൊരു ഞങ്ങള് കുവൈറ്റിലുണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ചുണ്ടായിരുന്ന ഒരു സഹോദരനുണ്ട്. പുള്ളി എന്തു പറഞ്ഞാലും പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന സിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, ആ ഹോട്ടലിന്റെ പേര് ഇന്ന പേരാണ്, ആ ഹോട്ടലിന്റെ സൈഡിലൂടെ നിങ്ങൾ അകത്തേക്ക് കയറി കഴിയുമ്പോൾ അവിടെയാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം എന്ന് പറയും. അല്ലെങ്കിൽ വേറെ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി കഴിയുമ്പോൾ ബസ് ഇറങ്ങാനായിട്ട് ബസ്സിന്റെ സ്റ്റോപ്പിന്റെ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ബിൽഡിങ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തു പറയുമ്പോഴും ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഹോട്ടലിനോട് ഭയങ്കര താല്പര്യമാണ്, ഭക്ഷണത്തിനോടും. അതുപോലെ അവിടെ ഹോട്ടലുകളിൽ കയറി ആ സഹോദരൻ കയറാത്ത ഹോട്ടലുകളില്ല. അപ്പൊ അങ്ങനെ ആ ഹോട്ടലിൽ കയറുന്ന ഒരു പ്രകൃതം ആ മനുഷ്യന് ഉള്ളത് കൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും ഹോട്ടലുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും എപ്പോഴും പറയണത്. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പോകുന്ന വഴികളിലെല്ലാം എല്ലാ ഹോട്ടലുകളും ശ്രദ്ധിക്കും, ആ ഹോട്ടലിനെ കുറിച്ച് അന്വേഷിക്കും. അപ്പൊ അതുകൊണ്ട് ഹോട്ടലിനെ കുറിച്ച് നല്ല ഒരു അറിവുണ്ട്. അപ്പോ അങ്ങനെയുള്ള ചില പ്രത്യേകമായ സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ അത് വരുവാനിടയായിട്ട്. അതുപോലെ നമുക്ക് എന്തിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്
അതിന് നമ്മൾ വേറൊരാൾ സംസാരിക്കാൻ നേരത്ത് എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് കൂടുതൽ താല്പര്യമുള്ള എന്ത് സബ്ജക്റ്റ് ആണോ ഉള്ളത് അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും എക്സാമ്പിളുകൾ പറയുവാൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മനസ്സിനകത്ത് വരുവാനിടയായിട്ട് തരും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിനകത്ത് മത്തായി ഒരു ടാക്സ് കളക്ടർ ആണ് എന്നുള്ളത് തെളിയിക്കാവുന്ന രീതിയിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ദ്രമ്മയുടെ ഒരു കഥ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിനാണ്. അതുപോലെ മത്തായി ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ശൈലി വാക്കുകളുണ്ട്. ഷെക്കേൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു താലന്ത് എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഡെപ്സിനെ പറ്റി, കടത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ബാങ്കേഴ്സിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ള സുവിശേഷങ്ങളിൽ അത്ര കാണാൻ കഴിയില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കർത്താവിന്റെ അപ്പോസ്തലനായ മത്തായി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള സുവിശേഷങ്ങളെല്ലാം അപേക്ഷിച്ച് ഒത്തിരി കൂടുതലായിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിനകത്ത് മർക്കോസ് 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് വെർഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ അതിനകത്ത് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അതിനകത്ത് അവൻ വീട്ടിൽ പന്തിയിൽ ഇരിക്കുമ്പോൾ പല ചുങ്കക്കാരും പാപികളും യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടി പന്തിയിലിരുന്നു. അങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ട് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ദാറ്റ് ഹി വാസ് സിറ്റിംഗ് അറ്റ് മീറ്റ് ഇൻ ഹിസ് ഹൗസ്. അവിടെ ഇരിക്കുന്നു ഇൻ ഹിസ് ഹൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നു ഇൻ ഹിസ് ഹൗസ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തേക്ക് വരുമ്പോൾ ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കിയെന്ന് മലയാളത്തിന് എഴുതിയിരിക്കുന്നു. പക്ഷേ 29-ാമത്തെ വാക്യത്തിനകത്തേക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ആൻഡ് ലേവി made him a great feast in his house. അപ്പൊ അവിടെ പറയുന്നു ഇവിടെയെല്ലാം ഇൻ ഹിസ് ഹൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതേ സമയം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിനകത്തേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ആസ് ഹി സാറ്റ് അറ്റ് മീൽ ഇൻ ദ ഹൗസ്. അവിടെ എഴുതിയിരിക്കുന്നു ഇൻ ദ ഹൗസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കാര്യമാണ്. ബാക്കി എല്ലാവരും ഇൻ ഹിസ് ഹൗസ്, അവന്റെ വീട് എന്ന് പറയുമ്പോൾ ഇവിടെ മത്തായി മാത്രം എഴുതിയിരിക്കുന്നു ഇൻ ദ ഹൗസ് എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഗഹനമായ പഠനങ്ങൾ നടത്തി ഇതിനെക്കുറിച്ച് ഒത്തിരി അവരുടെ സമയത്തെയും അവരുടെ ജീവിതത്തെയും ഒക്കെ അതിനുവേണ്ടി ഒത്തിരി വിനിയോഗിച്ചാണ് അവര് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിൽ എത്തപ്പെടുവാൻ വേണ്ടി ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും എളുപ്പമായ രീതിയിൽ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവമക്കളെ നമ്മൾ മറന്നു പോകരുത്. അനേക ആളുകളുടെ പ്രയത്നങ്ങൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ഭവനത്തിനകത്ത് ഏതെങ്കിലും മൂലയിൽ വെക്കുവാൻ വേണ്ടിയിട്ടല്ല, അതിന് ദൈവത്തിന് കൊടുക്കേണ്ടി വന്നത് അനേക ദൈവഭക്തന്മാരുടെ ജീവനും കൂടെയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് ഇന്ത്യയിലും അനേക സ്ഥലങ്ങളിലൊക്കെ സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷം പറയുന്ന ആളുകളെ പലയിടങ്ങളിലും ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അനേക ഇടങ്ങളിലേക്ക് ആദിവാസികളുടെ ഇടയിൽ ഭാഷയില്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ സുവിശേഷമായി കടന്നു ചെന്ന് അവരെ ഭാഷ പഠിപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബൈബിളിനെ ആ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒത്തിരി ദൈവഭക്തന്മാരുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ
അനേക ആളുകൾ സുവിശേഷവുമായിട്ട് പല രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേക ദൈവഭക്തന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന അനേകരെ പലരും കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ അവർക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ യേശുവിന്റെ സുവിശേഷം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പിതാക്കന്മാരുടെ കയ്യിൽ എത്തിക്കേണ്ടതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോ അവര് വന്ന് സുവിശേഷം അറിയിക്കുകയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഷയിലേക്ക് അവർ കടന്നു വന്ന് അവർ നമ്മുടെ ഭാഷ പഠിച്ച് നമ്മുടെ ഭാഷയിലേക്ക് അവർ മാറ്റുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഷയിലും സുവിശേഷം, ദൈവത്തിന്റെ വചനം നമുക്ക് ലഭ്യമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്ക് എത്ര പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബൈബിള് ആ വ്യക്തികളുടെ കരങ്ങളിലേക്ക് എത്തുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ കരങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഏത് ലാംഗ്വേജ് ആണ് വേണ്ടത് ആ ഭാഷയിൽ നമുക്ക് വായിക്കുവാൻ പാകത്തിന് ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ എത്തുവാൻ ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നി എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ. ഹല്ലേലൂയ. ഈ വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾക്കകത്തും പ്രതിസന്ധിക്കകത്തും നിരാശയ്ക്കകത്തും അല്ലെങ്കിൽ ആത്മഹത്യ പോലും മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിനകത്ത് ഈ യേശുവിന്റെ സ്നേഹം കടന്നു ചെന്നപ്പോൾ അവർ ആത്മഹത്യയിൽ നിന്നും പിന്മാറി യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളായി അവർ മാറുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് വായിക്കുമ്പോൾ ഈ പുതിയ നിയമം യേശു കർത്താവിന്റെ ആ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് പാലസ്തീനിന്റെ ആ ഒരു റീജിയനുമായി ബന്ധപ്പെട്ടാണ് കർത്താവിന്റെ ശുശ്രൂഷകളൊക്കെ നടക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ കർത്താവ് ഒത്തിരി കിലോമീറ്ററുകളോളം കർത്താവ് നടക്കുവാൻ ഇടയായിട്ട് തീർന്നു. കർത്താവ് സഞ്ചരിച്ച വഴികളെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പാലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ദേശം മിഡിൽ ഈസ്റ്റിലെ ഒരു ഭൂപ്രദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. യേശു കർത്താവിന്റെ ശുശ്രൂഷകൾ ഏറ്റവും മെയിൻ ആയിട്ട് ശുശ്രൂഷകൾ നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഒന്ന് ഗലീലി, ശമരിയ, ജുദിയ എന്ന് ഈ 3 സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണ് യേശു കർത്താവ് മെയിൻ ആയിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കർത്താവിന്റെ നടക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഈ ഗലീല എന്ന് പറയുന്നത് ഈ പാലസ്തീനിന്റെ ഒരു നോർത്തേൺ സൈഡാണ് ഗലീലി എന്ന് പറയുന്ന ആ ഒരു ദേശം എന്ന് പറയുന്നത്. ഗലീലിയൻ എന്ന് പറയുന്ന കർത്താവിനെ വിളിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത് പോലെ ഹല്ലേലൂയ ആ ദേശങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. ആ ദേശങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ഒരവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെന്ന് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് കാണുന്നതിന് മുൻപ് നമ്മൾ ആ യേശു കർത്താവ് നടന്ന വഴികൾ ഏതൊക്കെയാണ്, എതിക്കിടയ്ക്കാണ് കർത്താവ് പോയത്, ഇന്ന സ്ഥലങ്ങളിൽ കർത്താവ് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ദേശങ്ങളിലേക്ക് നമ്മളൊന്ന് പോയി ഒന്ന് കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായിരിക്കും. വലിയൊരു നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിനുള്ള സ്നേഹം കൂടുവാനും വലിയൊരു സന്തോഷമായി തീരുവാൻ ഇടയായിട്ട് തീരുമെന്നുള്ളതാണ്. 1948 വലിയ ഒരു ഇസ്രായേൽ അറബ് വലിയൊരു യുദ്ധം ഉണ്ടാകുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഫോം ആകുവാൻ ഇടയായിട്ട് തീർന്നു. ഗലീലി എന്ന് പറയുന്ന സ്ഥലം ഈ ഇസ്രായേലിന്റെ പാർട്ടായി മാറുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പൊ ഇത് ഈ പലസ്തീൻ എന്ന് പറയുന്നത് ഒരു മിഡിൽ ഈസ്റ്റിന്റെ ഒരു റീജിയനാണ്. ആ മിഡിൽ ഈസ്റ്റിന്റെ റീജിയനായ പാലസ്തീനിന്റെ നോർത്തേൺ സൈഡാണ് ഗലീലി എന്ന് പറയുന്നത്. ഈ ജുദിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു സ്ഥലമായിരുന്നു എങ്കിൽ തന്നെയും ഒരു കാലഘട്ടത്തിൽ ഒരു വലിയൊരു രാജ്യമായിരുന്നു, വലിയൊരു കിങ്ഡമായിരുന്നു ജുദിയ എന്ന് പറയുന്നത്. ഈ ജുദിയ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു രാജ്യം നമ്മൾ കാണുവാൻ കഴിയും. ബൈബിളിനകത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാവായിരുന്ന ശൗൽ രാജാവാണ് ആദ്യത്തെ രാജാവായിട്ട് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ഒരു രാജാവ് എന്ന് പറയുന്നത് ശൗൽ എന്ന് പറയുന്ന രാജാവാണ്. അപ്പൊ ശൗൽ എന്ന് പറയുന്ന രാജാവിന്റെ അധീനതയിലായിരുന്നു ഈ ജുദിയ എന്ന് പറയുന്ന രാജ്യം വാണുകൊണ്ടിരുന്നത്. അതിനുശേഷം ശൗലിന് ശേഷം അടുത്ത രാജാവായിട്ട് ദൈവത്താൽ അഭിഷിക്തനായ രാജാവാണ് ദാവീദ് രാജാവ് ഈ ജുദിയ രാജ്യത്തെ വാഴുവാനിടയായിട്ട് തീർന്നു. അതിനുശേഷം ദാവീദിന്റെ മകനായ ശലോമോൻ, ഹല്ലേലൂയ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ
ആ രാജ്യഭാരം ഏറ്റെടുക്കുവാനിടയായിട്ട് തീർന്നു. ഈ ശലോമോന്റെ രാജ്യ ഭരണകാലത്ത് ഒരു ഒരു ദൈവികമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുവാനിടയായിട്ട് തീർന്നു. ശലോമോന്റെ സമയത്ത് ശലോമോൻ ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു. ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷേ ശലോമോന്റെ അവസാന കാലഘട്ടമായി കഴിഞ്ഞപ്പോഴത്തേക്കും ശലോമോന് ഒത്തിരി ഭാര്യമാർ തനിക്ക് ഉണ്ടാകുവാനിടയായിട്ട് തീർന്നു. ഒത്തിരി ഭാര്യമാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഭാര്യമാരെ ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ള ജാതികളിൽ നിന്നും ഭാര്യമാരെ എടുക്കരുതെന്ന്. പക്ഷേ ദാവീദ് അതിനെല്ലാം വിരോധമായ രീതിയിൽ അനേക ഭാര്യമാരെ എടുക്കുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ എടുത്തത് മുഖാന്തരം ദാവീദിന്റെ ജീവിതത്തിനകത്ത് അനേക അനർത്ഥങ്ങൾ വരുവാനിടയായി. പല രീതിയിലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുവാനിടയായിട്ട് തീർന്നു. ആ പരാജയങ്ങൾ വന്ന് അത് മുഖാന്തരം ദാവീദിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ചില ദൈവം ശലോമോനോട് പറയുവാനിടയായിട്ട് തീർന്നു, നിന്റെ അടുത്ത ഒരു അവകാശി വന്നു കഴിയുമ്പോൾ ഈ രാജ്യത്തെ ഞാൻ മറ്റുള്ളവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും എന്ന് പറയുവാനിടയായിട്ട് തീർന്നു. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു 1-2 ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാം, നിങ്ങൾക്കും അത് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്വന്തം ചില ഭാഗങ്ങൾ മാത്രം നമുക്ക് വായിക്കാം. ഇത് 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 9-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ശലോമോൻ അതിന്റെ മുകളിലേക്ക് തന്റെ വായിക്കുമ്പോൾ, തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അന്ന് ശലോമോൻ യെരൂശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷിനും അമോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മാലേക്കിനും ഓരോ പൂജാഗിരി പണിതു. നോക്കിയ ദൈവം ശലോമോന് ഈ ലോകത്തിൽ മറ്റാർക്കും കൊടുക്കാത്ത ജ്ഞാനം കൊടുത്ത് ദൈവത്തിന്റെ മകനാക്കി വെച്ച ആളാണ് ശലോമോൻ എന്ന് പറയുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ, തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരുത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിച്ചു കളഞ്ഞു. നോക്കിക്കേ, ദൈവം എത്ര കാര്യമായിട്ട് കൊണ്ടേ നടന്ന ഒരു ദൈവഭക്തനാണെന്ന് നോക്കിക്കേ. പക്ഷെ തൻ്റെ ജീവിതത്തിനകത്തെ പല സാഹചര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തെ തള്ളിക്കളയുവാനിടയായിട്ട് തീർന്നു. തന്നെ നടത്തിയതും തന്നെ ഇത്രത്തോളം ഏറ്റവും ലോകത്തിലെ തന്നെ ശലോമോന്റെ അത്രയും ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ അതിനു മുൻപും ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്തത് കൊണ്ട് യഹോവ അവനോട് കോപിച്ചു. യഹോവ ശലോമോനോട് അരുളി ചെയ്തു എന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകൾ നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്ങൾ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, ഹല്ലേലൂയ. അവിടെ എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല, എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്നും അതിനെ പറിച്ചു കളയും എന്ന് പറയുവാനിടയായിട്ട് തീർന്നു. അതിൻ്റെ തന്നെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഓക്കെ, അത് അത്യാവശ്യമുള്ളതല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ശലോമോനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, നിന്നിൽ നിന്ന് രാജ്യത്തെ ഞാൻ പറിച്ച് നിന്റെ ദാസന് കൊടുക്കുമെന്ന് പറയുവാനിടയായിട്ട് തീർന്നു. ഹല്ലേലൂയ. ദാവീദിന് ഒരു മകനുണ്ടായി. ആ മകന്റെ പേരാണ് രഹോബയാം. രഹോബയാം എന്ന് പറയുന്ന മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ മകനാണ് അടുത്ത ശലോമോന് ശേഷമുള്ള അടുത്ത കിരീടാവകാശിയായി വരുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം, ദൈവത്തിന്റെ ആ ഒരു ശിക്ഷാവിധി ശലോമോനോട് വന്നതാണ്. ശലോമോന്റെ രാജ്യത്തിന്റെ അനേക ഭാഗങ്ങൾ ശലോമോന്റെ ദാസനായ ഒരു മനുഷ്യന് അതെടുത്ത് ഞാൻ കൊടുക്കുമെന്ന് ദൈവം ശലോമോനോട് പറയുവാനിടയായിട്ട് തീർന്നു. അതിൻ്റെ ആ ഒരു ദൈവം പറഞ്ഞ ആ ഒരു കാര്യത്തിന്റെ നിവർത്തീകരണം അടുത്ത വാക്യങ്ങളിലേക്ക് നിങ്ങൾ സമയമുള്ളപ്പോൾ 1 രാജാക്കന്മാർ 11-ാമത്തെ അധ്യായം മുതൽ താഴേക്കുള്ള അടുത്ത അധ്യായങ്ങളിലേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ശലോമോന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് ജെറോബയാം. ഈ ജെറോബയാം എന്ന് പറയുന്ന ഈ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കാനിടയായിട്ട് തീർന്നു. അതിനുശേഷം ഈ മനുഷ്യൻ ശലോമോന്റെ മരണത്തിന് ശേഷം ഈ രാജ്യത്തേക്ക് വരികയും അതിനുശേഷം ഈ ശലോമോൻ രാജാവായിട്ട്, ശലോമോന്റെ മകനായിരുന്ന രഹോബയാം രാജാവാകുവാനായിട്ട് വന്ന സമയത്ത് സോളമൻ, ഈ രാജ്യത്തുണ്ടായിരുന്ന സകല ജനങ്ങളും ശലോമോന്റെ മകനായ രഹോബയാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, രാജാവായിരുന്ന ശലോമോൻ ഞങ്ങൾക്ക് കഠിന വേല ഞങ്ങൾക്ക് പലയിടങ്ങൾ ചെയ്യുവാനിടയായിട്ട് തീർന്നു. നീ ഞങ്ങൾക്ക് ആ വേലയൊന്ന് കുറച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് 12 ഗോത്രങ്ങളും ഈ ശലോമോന്റെ മകനായ രഹോബയാമിന്റെ അടുക്കൽ വരുവാനിടയായിട്ട് തീർന്നു. പക്ഷേ ഈ ശലോമോന്റെ മകനായ രഹോബയാം തൻ്റെ രാജകൊട്ടാരത്തിനകത്ത് തൻ്റെ ഉപദേശക സമിതിയിൽ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ശലോമോന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പ്രായം ചെന്ന നല്ല ബുദ്ധിയും ജ്ഞാനവുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രഹോബയാമിന്റെ കുറച്ച് കൂട്ടുകാരായിട്ടുള്ള യൗവനക്കാരായിട്ടുള്ള കുറച്ച് പേരും ഉണ്ടായിരുന്നു. അപ്പോ ഈ ശലോമോന്റെ മകനായ രഹോബയാം ഈ ആളുകൾ വന്ന് പറഞ്ഞ കാര്യം ഈ ഉപദേശക സമിതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ആളുകൾ പറഞ്ഞു, നീ അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ നിന്നോളുമെന്ന് പറയുവാനിടയായിട്ട് തീർന്നു. എന്നാൽ ശലോമോന്റെ മകനായ രഹോബയാം അത് കേൾക്കാതെ തൻ്റെ കൂട്ടുകാരെന്താണ് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു, നീ അവരോട് പറയണം, ഞാൻ എൻ്റെ അപ്പനേക്കാളും കഠിനമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോട് ഇടപെടുന്നെന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ ശലോമോന്റെ മകൻ ആ 12 ഗോത്രങ്ങളോട് പറയുവാനിടയായിട്ട് തീർന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്ന 10 ഗോത്രങ്ങളും ഹല്ലേലൂയ ഈ ശലോമോന്റെ മകനെ രഹോബയാമിന്റെ കൂടെ നിൽക്കാതെ അവരിൽ നിന്നും മാറുവാൻ ഇടയായിട്ട് തീർന്നു. അവരെല്ലാവരും ആ ശലോമോന്റെ ഒരു ഒഫീഷ്യലായിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്ന ജെറോബയാം എന്ന് പറയുന്ന മനുഷ്യനോട് കൂടെ കൂടുവാനിടയായിട്ട് തീർന്നു. അങ്ങനെ ആ രാജ്യത്തിനെ 2ആയി വിഭജിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഹല്ലേലൂയ. കിങ്ഡം ഓഫ് ജുദിയ എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യത്തിനെ ഈ ശലോമോൻ, അതിന്റെ കാരണം എന്താണ്? മകനല്ല കാരണക്കാരൻ. എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചതെന്ന് അറിയോ? ഹല്ലേലൂയ. ശലോമോൻ ദൈവഭാഗത്ത് നിൽക്കാത്തത് കാരണം. ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നിരുന്നുവെങ്കിൽ ശലോമോന്റെ മകന്റെ കയ്യിൽ നിന്നും ദൈവത്താൽ ഇത് സംഭവിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാ ഈ ശലോമോന്റെ മകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ശലോമോനേക്കാളും കഷ്ടതയായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് പറയിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? അതിന്റെ കാരണം ശലോമോൻ ദൈവത്തിന് വിരോധമായി നിന്നു. ദൈവത്തെ അനുസരിക്കാതെ ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യുവാൻ ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യമാർ ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ആ ഊമ വിഗ്രഹങ്ങളെ, സംസാരിക്കാൻ കഴിയാത്ത, മിണ്ടുവാൻ കഴിയാത്ത ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ നിന്ന് പോകരുതെന്ന് ദൈവം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശലോമോൻ തൻ്റെ ഭാര്യമാർ ഈ ശലോമോന്റെ മനസ്സിനെ വശീകരിച്ച് കൊണ്ടുപോയി ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ധൂപം കാട്ടുവാനും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതെല്ലാം ഈ മനുഷ്യൻ ദൈവത്തിനെതിരെ നിന്നതുകൊണ്ട് ഈ മനുഷ്യനെതിരായി ദൈവം നിന്നു. ഈ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ രാജ്യം ഞാൻ നിന്നിൽ നിന്ന് പറിച്ചു മാറ്റും. എന്നാൽ ഈ മനുഷ്യനോട് ദൈവത്തിന്റെ സ്നേഹം നോക്കണേ. അല്ലെങ്കിൽ ആ സ്നേഹ നിമിത്തം ദൈവം പറഞ്ഞു, നിന്റെ ഭരണകാലത്തായിരിക്കില്ല, നിന്റെ മകന്റെ ഭരണകാലത്ത് ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും പറയുന്നുണ്ട്, ദാവീദിനോടുള്ള ഒരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ദാവീദിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്, നിന്റെ സന്തതിയായി ഹല്ലേലൂയ രക്ഷകൻ പുറപ്പെടുമെന്ന്. യേശു കർത്താവ് നിന്റെ സന്തതി വരുമെന്ന് ദാവീദിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിനെ ദൈവത്തിന് പാലിക്കണം. അതിനു വേണ്ടിയിട്ട് ശലോമോന്റെ മകനായ ഈ രഹോബയാമിന്റെ കയ്യിൽ 2 ഗോത്രങ്ങളെ മാത്രം രഹോബയാമിന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 10 ഗോത്രങ്ങളും യെരോബയാം എന്ന് പറയുന്ന ആ ഒരു പട്ടാളക്കാരന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അങ്ങനെ 2 രാജാക്കന്മാർ ഉണ്ടാകുവാനിടയായിട്ട് തീർന്നു. ഒന്ന് രഹോബയാം എന്നും ഒന്ന് ജെറോബയാം എന്ന് പറയുന്ന 2 ഭരണാധികാരികൾ ഉണ്ടായി. അങ്ങനെ അത് 2 രാജ്യമായിട്ട് സ്പ്ലിറ്റ് ആകുവാൻ ഇടയായിട്ട് തീർന്നു. ഹല്ലേലൂയ. ശലോമോന്റെ മകനായ രഹോബയാം ഹല്ലേലൂയ ജുദിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യമായിട്ട് അവർ നിന്നു. ഹല്ലേലൂയ. ബാക്കി ഉണ്ടായിരുന്ന 10 ഗോത്രങ്ങൾ ജെറോബയാം എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ ഈ രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങളും
മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ബാബിലോണിയൻസ് വന്ന് ഈ ജുദിയയെ കീഴടക്കുവാനിടയായിട്ട് തീർന്നു. അസറിയൻസ് വന്ന് ഇസ്രായേലിനെയും കീഴടക്കുവാൻ ഇടയായിട്ട് തീർന്നു. അങ്ങനെ ആ രണ്ട് രാജ്യങ്ങൾ ഹല്ലേലൂയ നാമാവിശേഷമായി തീരുന്നത് പോലെ തകർച്ചയിലേക്ക് പോകുവാനിടയായിട്ട് തീർന്നു. എന്നാൽ അവിടം കൊണ്ടും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തീരുന്നില്ല. ഹല്ലേലൂയ. അത് ഇങ്ങനെ അത് ഉടഞ്ഞും പണിതും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം 1948 ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഹല്ലേലൂയ അതിനൊരു റീഫോർമേഷൻ വരുന്നത്. ഹല്ലേലൂയ. ഇസ്രായേല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അല്ലെങ്കിൽ യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ച് കളയേണ്ടതിന് വേണ്ടി ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ യഹൂദന്മാരുണ്ടോ അവരൊക്കെ കൊന്നൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ ഹിറ്റ്ലർ ഈ മനുഷ്യരെ കുരുതി കൊടുത്തുകൊണ്ട് ഹിറ്റ്ലർ ചെയ്ത ക്രൂര കൃത്യങ്ങൾ ഹല്ലേലൂയ അത് 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 അതിഭയാനകമായിട്ടുള്ള രീതിയാണ്. ഹല്ലേലൂയ. അതെന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ഈ രാജ്യത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളും അതുപോലെ യഹൂദന്മാർക്ക് എങ്ങനെയാണ് ലോകത്തിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതെന്നും ഏതൊക്കെ രീതിയിലുള്ള പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയി എന്നുമൊക്കെ നമുക്ക് അടുത്ത ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്വന്തം നമ്മുടെ സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് ഈ മീറ്റിംഗിൽ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ മക്കൾ കർത്താവെ എന്തെങ്കിലും ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, എന്തെങ്കിലും ആവശ്യങ്ങളിലൂടെ ആയിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണമേ. ദൈവത്തിന്റെ കൃപ അവരോട് കൂടിയിരിക്കണമേ. കർത്താവെ, ദൈവിക മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.